വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥികളായ ആനി രാജയും രാഹുൽ ഗാന്ധിയും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. LDF, UDF റോഡ് ഷോകളും ഇതിന്റെ ഭാഗമായി നടക്കും. വയനാട്ടിൽ നിന്നും അനൂപുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അനൂപ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് ഇരു സ്ഥാനാർത്ഥികളും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്? ഇന്ന് കുറേയധികം സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വയനാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനി രാജയാണ് ഇന്ന് ആദ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. 10 മണി മുതൽ 11 മണി വരെയാണ് ജില്ലാ ഭരണാധികാരി, ജില്ലാ കളക്ടർ അവർക്ക് അനുവദിച്ച സമയം. അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടക്കും. 12 മണി മുതൽ 1 മണി വരെയാണ് അദ്ദേഹത്തിന് അനുവദിച്ച സമയം. രാഹുൽ ഗാന്ധി ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇന്ന് ആദ്യമായി മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. LDFിൻ്റെ സ്ഥാനാർത്ഥി ആനി രാജ മാർച്ച് 1 മുതൽ വയനാട്ടിൽ പ്രചാരണത്തിൽ ഉണ്ട്. അവർ സജീവമായി അവരുടെ രണ്ടാം ഘട്ട പ്രചാരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. ഇതിനിടെയാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ തമിഴ്നാട്ടിലെ വീരപ്പൻ വേട്ടയുടെ പേരിൽ ദുരിതമനുഭവിച്ച, അതിൻ്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിച്ച തമിഴ്നാട്ടിലെ സ്ത്രീകൾ, ഈ സത്യമംഗലം വനപ്രദേശങ്ങളിലുള്ള അവിടെയുള്ള ഗ്രാമീണ മേഖലകളിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ ആനി രാജയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് എത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ മണിപ്പൂരിലെ പ്രധാനപ്പെട്ട ഈ സമരങ്ങളിലെ ശ്രദ്ധേയ വ്യക്തിത്വങ്ങൾ അവരും ഇന്ന് ആനി രാജയ്ക്കൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തും. അതോടൊപ്പം LDF കൺവീനർ, LDFിലെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു വലിയ റോഡ് ഷോ ഇതിൻ്റെ ഭാഗമായി LDF സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10,000-ൽ പരം ആളുകൾ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കും എന്നാണ് LDF അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അത്തരത്തിലൊരു വിപുലമായൊരു പരിപാടിയോട് കൂടിയാണ് റോഡ് ഷോ എന്നാണ് LDF അറിയിച്ചിരിക്കുന്നത്. അത് 10 മണിക്ക് തന്നെ ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാകുമെന്നും LDF നേതാക്കൾ അറിയിക്കുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലാണ് പ്രവർത്തകർ. കൂടുതൽ ആളുകളെ കൽപ്പറ്റയിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു റോഡ് ഷോ എന്ന രീതിയിൽ സംഘടിപ്പിക്കാനാണ് ആനി രാജയുടെ തീരുമാനം. അതോടൊപ്പം CPIയുടെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളിൽ ചിലർ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി എത്തും എന്നുള്ള വിവരവും കൂടി LDF നൽകുന്നു. രാഹുൽ ഗാന്ധി ഇന്ന് മണ്ഡലത്തിലേക്ക് എത്തുമെന്ന് നേരത്തെ സൂചിപ്പിച്ചു. അദ്ദേഹം മേപ്പാടിയിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയതിനു ശേഷം കൽപ്പറ്റയിലേക്ക് എത്തുകയും കൽപ്പറ്റയിൽ നിന്ന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി റോഡ് ഷോ ആയി കളക്ട്രേറ്റിലേക്ക് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് AICCയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രിയങ്ക ഗാന്ധി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികത്തിന് ഇവിടെ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പണം വയനാട്ടിൽ ഇന്ന് ആദ്യത്തെ പ്രധാനപ്പെട്ട 2 സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് പൂർത്തിയാവും. നാളെയാണ് NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടക്കുക. സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ള പ്രമുഖർ ആ ഘട്ടത്തിലും പങ്കെടുക്കും. ഏതായാലും ഇതോടുകൂടി ഒരു ശക്തമായ മത്സരത്തിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് വയനാട് ലോക്സഭാ മണ്ഡലം പ്രവേശിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആനി രാജയുടെ പ്രചാരണം രണ്ടാം ഘട്ടത്തിലാണ്. അവർ നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങുകയും പ്രചാരണത്തിലേറെ മുന്നിലായിട്ടുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒരു വലിയ വിമർശനങ്ങൾ എല്ലാം നിലനിൽക്കുന്നതിനിടെയാണ് മണ്ഡലത്തിലേക്കുള്ള വരവെന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആദ്യം ആനി രാജയുടേതായിരിക്കും. 10 മണി മുതൽ 11 മണിക്ക് ഇടയ്ക്ക് LDF നേതാക്കളുടെയും മറ്റും പ്രവർത്തകരുടെയും മറ്റും ഒരു അകമ്പടിയോടുകൂടി റോഡ് ഷോ ആയിക്കൂടിയായിരിക്കും അവർ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് എത്തുക. ശരി, അനൂപാണ് ആ വിവരങ്ങൾ.